നമസ്കാരം. സാധാരണഗതിയിൽ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു വാർത്തയായിരുന്നു. പക്ഷേ ചില മാധ്യമങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങൾ സഹിതമാണ് വാർത്തയായിട്ട് നമ്മളിലേക്ക് കൊണ്ടെത്തിച്ച് തന്നത്. എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം കണ്ടോ? ഇത് വത്തിക്കാനിൽ നിന്നുള്ള ദൃശ്യമാണ്. വത്തിക്കാൻ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് സൗദിയിലെ മെക്ക എങ്ങനെയാണോ അതുപോലെയാണ് ആഗോള കത്തോലിക്കർക്ക്. അവരുടെ ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനം ആണ്. അവർക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളി സെൻറ്റ് പീറ്റേഴ്സ്. അവിടുത്തെ ബസലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ അവിടെ വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യുവാവ് അൽത്താരയിൽ മൂത്രമൊഴിച്ചു എന്ന വാർത്തയാണ്. അതിൻ്റെ ദൃശ്യങ്ങളുമുണ്ട്. പിന്നീട് അയാളെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത് നടന്നതൊരു കുറ്റകൃത്യം തന്നെയാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ അവിടുത്തെ ആരാധനാക്രമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അൽത്താരയിൽ മൂത്രമൊഴിച്ചു എന്നതാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷവും എല്ലാം അങ്ങനെ തന്നെയാണ് എന്ന് വേണം പറയാൻ. ഒരെണ്ണം പോലും ഈ യുവാവിൻ്റെ പേര് നൽകിയിട്ടില്ല. യുവാവ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റിയും പ്രത്യേകിച്ച് വിവരണമൊന്നുമില്ല. ഇങ്ങനൊരു സംഭവം അവിടെ നടന്നു എന്നാണ്. സാധാരണഗതിയിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ, അതിനി മനോരമയാണെങ്കിലും ശരി, ദീപികയാണെങ്കിലും ശരി, ഇത്തരം ഒരു വാർത്ത കൊടുക്കാത്തതാണ്. പക്ഷേ എന്തുകൊണ്ടോ അവരത് കൊടുത്തു. പക്ഷേ ചെയ്ത ആളിൻ്റെ പേരില്ല. ഇനി ഞാനൊരു കാര്യം പറയാം. ഇനി അഥവാ ഈ യുവാവിൻ്റെ പേര് പുറത്തേക്ക് വന്നാലും തീർച്ചയായിട്ടും അതൊരു ക്രിസ്ത്യൻ നാമധാരിയുടെ പേര് തന്നെയായിരിക്കും. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ക്രിസ്ത്യനായിട്ടുള്ള ഒരാൾ, വിശ്വാസിയായിട്ടുള്ള ഒരാൾ സ്വഭാവത്തോടെ ഒരിക്കലും ഇങ്ങനെ ഒരു കൃത്യം ചെയ്യില്ല, ഉറപ്പാണ്. അപ്പോൾ പിന്നെ ആരായിരിക്കും ചെയ്തിരിക്കുക? ഇനി ചിലരൊക്കെ ചില വാദത്തിന് പറയുന്നുണ്ട്, കഴിഞ്ഞ കുറേ കാലമായിട്ട് വത്തിക്കാനും അതുപോലെ തന്നെ പല മാർപ്പാപ്പമാരുമൊക്കെ അനാവശ്യമായിട്ട് കുറേ സുഡാപ്പി പ്രീണനമൊക്കെ നടത്തുന്നുണ്ട്. അതിനുള്ള പ്രതിഷേധമായിട്ട് ചെയ്തതാണ്, അല്ല സുഡാപ്പികൾ തന്നെ ചെയ്തതാണ്. അങ്ങനെയും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദമൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. ഇതിൻ്റെ പിന്നാമ്പുറം ഇവരൊന്നും ചകഞ്ഞു പോവാൻ പോണില്ല. 4 പേര് കൂടുതൽ കാണും എന്നതിനാൽ ഇത്തരം ഒരു ദൃശ്യവും വാർത്തയുമായിട്ട് കൊടുക്കും. എന്നാൽ ഇത് ആരാണ് ചെയ്തത് എന്നതിനെപ്പറ്റി ഇവർ കൂടുതൽ അന്വേഷിക്കില്ല. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എവിടെയോ കേട്ട പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ? തഹാവൂർ മുഹമ്മദ് റാണ എന്നോ നമ്മളോട് പറയാറുള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ള മുഹമ്മദ് മനഃപൂർവ്വം കട്ട് ചെയ്തൊക്കെയാണ് പലപ്പോഴും പറയാറുള്ളത്. പക്ഷേ ആ വ്യക്തി ഇന്നിപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലുണ്ട്. ഈ അടുത്ത കാലത്താണ് അയാളെ നമുക്ക് വിട്ടുകിട്ടിയത്. ഈ 2 പേരും മുംബൈ ഭീകരാക്രമണ കേസിൽ അവരുടെ മുഖ്യപ്രതികളാണ്. ഇവരാണ് ആസൂത്രണം ചെയ്തത്. അത് ഒന്ന് അമേരിക്കക്കാരനായിട്ടുള്ള ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് കേൾക്കുമ്പോൾ മുംബൈ ഭീകരാക്രമണത്തിൽ ഒരു ക്രിസ്ത്യൻ നാമധാരിയോ എന്ന് ഓർക്കും. അവരുടെ പേരിലും കുറച്ച് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം. അമേരിക്കക്കാരന് ഇന്ത്യക്കെതിരെ തീവ്രവാദം നടത്തിയോ എന്നൊക്കെ ചിലർ ചിന്തിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ അയാൾ ആരാണ്? യഥാർത്ഥത്തിൽ അയാൾ പാകിസ്ഥാൻകാരനാണ്. എന്താ അയാളുടെ ശരിക്കുള്ള പേര്? ദാവൂദ് സയ്യിദ് ഗിലാനി എന്നാണ് അയാളുടെ ശരിക്കുള്ള പേര്. അയാൾ പാകിസ്ഥാൻ പൗരനായിരുന്നു. പിന്നീട് അയാൾ അമേരിക്കൻ പൗരനാവുന്നു, മതം മാറുന്നു. പക്ഷേ മതം മാറിക്കഴിഞ്ഞും മുമ്പ് താൻ എന്തായിരുന്നോ ആ പരിപാടി തന്നെയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു കൃത്യം അയാൾ നടത്തിയത്. അപ്പോൾ മതം മാറിയത് സാങ്കേതികമായിട്ട് മാത്രമാണ്. അയാളുടെ ചിന്താഗതിക്കോ അയാളുടെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആ സംഗതികളോ ഒന്നും മാറുന്നില്ല. അതുകൊണ്ടാണല്ലോ മുംബൈയിൽ ഭീകരാക്രമണം അയാൾ നടത്തിയത്. അപ്പോൾ അയാളുടെ പേര് നമ്മളിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ മാപ്രകൾ, അത് മനോരമയും ദീപിക അടക്കമുള്ളവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നായിരുന്നു. ഈ കോൾമാനെ മാറ്റിയിട്ട് ഡേവിഡ് ഹെഡ്ലി എന്നായിരുന്നു എളുപ്പത്തിന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ തഹാവൂർ റാണ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. തഹാവൂർ റാണ എന്ന് കേട്ടാലും നമുക്ക് പെട്ടെന്ന് ആളുടെ മതമൊന്നും മനസ്സിലാവില്ല. ഇടയ്ക്കുള്ള ആ പേര് കട്ട് ചെയ്തിട്ടാണ് ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കക്കാരനാണ് എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പക്ഷേ നമ്മൾ അയാളുടെ പിന്നാമ്പുറം അന്വേഷിച്ച് പോയാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അയാൾ പാകിസ്ഥാൻകാരനാണ്. അയാളുടെ ശരിക്കുള്ള പേര് ദാവൂദ് സയ്യിദ് ഗിലാനി എന്നായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ മതം മാറിക്കഴിഞ്ഞിട്ടും പഴയ മതത്തിൻ്റെ കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ അതിലുള്ള തീവ്ര ചിന്താഗതിയുള്ളവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് അയാൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മതം മാറി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെയായിരിക്കും ഇപ്പോൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന സംഗതി. നിങ്ങൾ നാളെ കേൾക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഉടൻ തന്നെ കേൾക്കാൻ പോകുന്ന പേര് പക്ഷേ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ നാമധാരിയുടെ ആയിരിക്കും. പിന്നാമ്പുറത്തേക്ക് തപ്പിപ്പോയി കഴിഞ്ഞാൽ അത് മറ്റാരെങ്കിലും ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. ഇപ്പോഴും ഞാൻ ഈ പറയുമ്പോൾ വരെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നത് ഒരു ക്രിസ്ത്യൻ പേരാണെന്നും ക്രിസ്ത്യൻ വിശ്വാസിയാണെന്ന് വിശ്വസിച്ചിരുന്ന പലരും ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം, ഓൺലൈനിൽ എല്ലാ വിവരങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ കിട്ടും. ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ പാസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കണ്ടെത്താവുന്ന കേസുകൊണ്ട് ആളുടെ യഥാർത്ഥത്തിലുള്ള പേരും ഏതായിരുന്നു അയാളുടെ ഒറിജിൻ നാഷണാലിറ്റി എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും അത്രയൊന്നും ശക്തമല്ലാത്ത കാലത്ത്, അതായത് ഇത്രയും വിവരസാങ്കേതിക വിദ്യയൊന്നും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടാത്തൊരു കാലത്താണ് ഈ സംഗതിയൊക്കെ നടക്കുകയും അത് മറ്റൊരു പേരിൽ, അതായത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നും മാത്രം ഇങ്ങനെ നിരന്തരം ഒരു കാര്യം തന്നെ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറുക ആ പേരായിരിക്കും. അങ്ങനെ നമ്മളിലേക്ക് പതിപ്പിച്ചു വെച്ച പേരാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നത്. എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ ദാവൂദ് സയ്യിദ് ഗിലാനി എന്ന പാകിസ്ഥാൻകാരനായിരുന്നു എന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന സത്യമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ 2025 ഈ വത്തിക്കാനിലെ ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഈ അൾത്താരയിൽ കുർബാന നടക്കുന്ന സമയത്ത്, വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് മൂത്രമൊഴിച്ച വ്യക്തിയുടെ പേര് ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വല്ല ക്രിസ്ത്യൻ നാമധാരിയുടെ പേരായിരിക്കും. പിന്നാമ്പുറം ഇവരൊക്കെ അറിഞ്ഞാലും പറയണമെന്നൊരു നിർബന്ധവുമില്ല.